MVP കനാലിനോട് ചേർന്നുള്ള കപ്പൽക്കുന്നും ചുറ്റുമുള്ള ഉദ്യാനങ്ങളും. എറണാകുളം ജില്ലയിലെ പണ്ടപ്പള്ളി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും രാമമംഗലം പോകുന്ന വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി കുറച്ചിങ്ങ് പോരുമ്പോൾ റോഡിന് കുറുകെയായി MVIPയുടെ കനാൽ പോയിരിക്കുന്നത് കാണാം. ഈ വഴി നേരെ പോയാൽ കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോകാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നും ആറൂർ രാമമംഗലം റൂട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പണ്ടപ്പള്ളിയിൽ നിന്നും രാമമംഗലം റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. അക്വഡേറ്റിനോട് ചേർന്ന് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് കാണാം. നമ്മളീ പോകുന്ന വഴി കനാലിൻ്റെ തീരം ചേർന്നാണ് കപ്പൽക്കുന്ന് വരെയും പോകുന്നത്. ശരിക്കും ഈ ഒരു യാത്രയുടെ ഭംഗി കൂട്ടുന്നതിൽ ഈ കനാലിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പറയാം. അതിൻ്റെ പ്രധാന കാരണം കനാലിൻ്റെ തീരം ചേർന്ന് പോകുന്ന മനോഹരമായ ഈ പാതയോട് ചേർന്നുള്ള തണൽ മരങ്ങളുമാണ്. ഇന്ത്യയുടെ വനവിസ്തൃതി സംരക്ഷിക്കുക, പുനഃസ്ഥാപിക്കുക, വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ഗവൺമെൻറ് ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ്റെ കീഴിലുള്ളതാണ് ഈ വഴിയോര തണൽ പദ്ധതി. പണ്ടപ്പള്ളി മുതൽ ആറൂർ ചാന്ത്യം കവല വരെ 150ഓളം വ്യത്യസ്ത തരം മരങ്ങളും ചെടികളും നമുക്ക് കാണാം. നമുക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ നിരവധി മരങ്ങൾ ഇവിടെയുണ്ട്. ഇവയിലെല്ലാം പേരുകളും എഴുതിയിട്ടുണ്ട്. ഇത് നീർമരുതാണ്. അപ്പോൾ നമ്മൾ കപ്പൽക്കുന്നിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. പണ്ടപ്പള്ളിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. നേരെ മുന്നിൽ കാണുന്നതാണ് നാൽപ്പാമര കപ്പൽക്കുന്ന്. കപ്പൽക്കുന്നിൻ്റെ തൊട്ടടുത്താണ് ജേക്കബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് കൺവെൻഷൻ സെൻറ്റർ. മൂവാറ്റുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വെള്ളം, മലങ്കര അണക്കെട്ടിൽ നിന്നുള്ള ജലവും തൊടുപുഴയാറിലെ നീരൊഴുക്കും കൂടി ചേർത്ത് ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലെ കൃഷിസ്ഥലങ്ങളിലേക്ക് ജലസേചനം നടത്തുക എന്ന പ്രധാനമായ ഉദ്ദേശത്തോടെ നിർമ്മിച്ച കനാലാണിത്. നമുക്ക് കനാലിൻ്റെ കാഴ്ചയൊന്ന് കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. കാണുമ്പോൾ തന്നെ ഒന്നിറങ്ങി കുളിക്കാൻ തോന്നും. രാമമംഗലം, ആറൂർ, പണ്ടപ്പള്ളി റൂട്ടാണിത്. റോഡിനോട് ചേർന്ന് പല സ്ഥലത്തുമായി നമുക്ക് കനാലിലേക്ക് ഇറങ്ങാനും സാധിക്കും. ഈ സ്ഥലത്ത് നമ്മളെത്തുമ്പോൾ മൊത്തം ഗ്രീനറിയാണ് കാഴ്ചകൾ. കനാലിനോട് ചേർന്ന് ഒരു മൺപാത നീണ്ടുപോയിരിക്കുന്നത് കാണാം. ആ വഴി പോയാൽ കപ്പൽക്കുന്നിൻ്റെ പിറകുവശത്തേക്കും ചെല്ലാം. കനാലിൻ്റെ തീരം ചേർന്നുള്ള വഴി എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഇവിടെ ഒരു ബോർഡ് കാണാം, വെൽക്കം ടു ഗ്രീൻ ഹോപ്പർ ട്രീ. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കീഴിലുള്ളതാണ് കപ്പൽക്കുന്ന് ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങൾ. കപ്പൽക്കുന്നും ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും മരങ്ങളും. ഇവിടെ വേറെ ഒരു ബോർഡും കാണാം. കപ്പൽക്കുന്നിനോട് ചേർന്ന് നക്ഷത്രവനം, ദശമൂല ശലഭോദ്യാനം, ഫലവൃക്ഷത്തോട്ടങ്ങൾ, മുളംതോട്ടം, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നിവയുമുണ്ട്. കപ്പൽക്കുന്നിൻ്റെ മുന്നിലായി ഒരു അരയാൽ കാണാം. ഇന്നിവിടെ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു കല്യാണ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിരവധി വാഹനങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ കപ്പൽക്കുന്നിൻ്റെ പ്രവേശന കവാടം. അകത്തേക്ക് നോക്കിയാൽ കപ്പലിൻ്റെ രൂപത്തിലുള്ള ഒരു കുന്നും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കപ്പൽക്കുന്നിൻ്റെ പിൻഭാഗത്തായാണ് ഉള്ളത്. ഇവിടെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ജനകീയ ഫലവൃക്ഷോദ്യാനം എന്നെഴുതിയ ഒരു കവാടം കാണാം. നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു മാവിൻ്റെ തൈയാണിത്. ലൂവി എന്ന ഒരു മരമാണിത്. എനിക്ക് അത്ര പരിചയമില്ല. വെൽവെറ്റ് ആപ്പിൾ, നല്ല ഭംഗിയുണ്ട് ഇലകളൊക്കെ കാണാൻ. രാജപനകൾ ഇവിടെ കുറേയുണ്ട്. ഒരേ ലൈനിൽ കുറേ എണ്ണം കാണാം. ഇവിടെ തേരകം എന്നൊരു മരം കാണാം. ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് റിഫ്രഷ് ആയതുപോലെ തോന്നും. മൊത്തം പച്ചപ്പും തണൽ മരങ്ങളും. ഇവിടെ കപ്പൽക്കുന്നിലേക്കുള്ള ഒരു ഗേറ്റ് കാണാം. ഒരു പൂമരുത് കാണാം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. നടന്നിങ്ങനെ ചെല്ലുമ്പോൾ കനാൽ ഒഴുകി വരുന്നു. നല്ല തണലും തണുപ്പും പച്ചപ്പും കനാലിൻ്റെ ഭംഗിയും കിടിലൻ ഫീലാണ്. ജേക്കബ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു വ്യൂ. ഇവിടെ വാഹന പാർക്കിങ്ങിനും നല്ല സൗകര്യമുണ്ട്. നാൽപ്പാമര കപ്പൽക്കുന്ന് എന്നെഴുതിയിരിക്കുന്ന കവാടം കാണാം. അരയാലിൻ്റെ ഒരു തൈയാണ്. നമുക്ക് ഈ കപ്പലിലേക്ക് കയറാം. നമ്മളിപ്പോൾ കപ്പൽക്കുന്നിൻ്റെ മുകളിലാണ്. നല്ല പൂക്കളുള്ള ചെടികളൊക്കെ കാണാം. നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഇങ്ങനെ 4 മരങ്ങളാണ്. ഈ 4 മരങ്ങളും ഇവിടെ കാണണമല്ലോ. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ മരം കണ്ടു, അത്തി. നല്ല കിളികളുടെ ശബ്ദമൊക്കെയുണ്ട്. കപ്പൽക്കുന്ന് കാണാൻ എൻട്രി പാസ് ഒന്നുമില്ല. എപ്പോഴും തന്നെ ഓപ്പൺ ആയിരിക്കുന്നതുമാണ്.
മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാനും സാധിക്കും. ഫാമിലി ആയിട്ടുമൊക്കെ വരാം. നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റും. നല്ല ചൂടുള്ള സമയത്തും ഇവിടെ തണുപ്പുണ്ടാവും. അതുപോലെ ഹെവി ട്രാഫിക്കുള്ള റൂട്ടല്ല ഇവിടേക്കുള്ള വഴിയും. വെള്ളാൽ എന്ന മരമാണ്. അടുത്ത മരം ഇത്തി. അപ്പം ഇതാണ് അരയാൽ. നമ്മൾ ഈ കപ്പൽക്കുന്നിൻ്റെ മുന്നിലായി വേറൊരു അരയാലും ആദ്യം കണ്ടിരുന്നു. വലിയ മരമാണ്. ഇത് വേറൊരു വെള്ളാൽ. കപ്പലിൻ്റെ കൈവിരിയൊക്കെ കാണാം. നമ്മൾ കപ്പലിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒരു വലിയ പാറക്കല്ല് കാണാം. കപ്പലിൻ്റേതിന് സമാനമായ രീതിയിലുള്ള മുൻഭാഗം. നോക്ക്, ഏറ്റവും മുന്നിലാണ് പേരാൽ. ഒരുപാട് ശിഖരങ്ങളൊക്കെയുണ്ട്. നമുക്ക് ഈ പേരാലിൻ്റെ സൈഡിലൂടെ മുന്നിലേക്കൊന്ന് പോകാം. നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. താഴെ കണ്ടോ കപ്പലിൻ്റെ നങ്കൂരം, പിന്നെ ഒരു ഉരുണ്ട കല്ലും. MVP പ്രോജക്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വേസ്റ്റായിട്ട് വന്ന മണ്ണും വലിയ കല്ലുകളുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. പിന്നെ ഇത് കപ്പൽ പോലെ നിർമ്മിച്ചു. ഒരു നല്ല പാർക്കായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മൾ കപ്പലിൻ്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. ചുറ്റും നല്ല പൂക്കളൊക്കെ കാണാം. ഇവിടെ രാജപനകൾ ഒരു ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ തൊട്ടു ചേർന്നുള്ള ജേക്കബ്സ് കൺവെൻഷൻ സെൻ്ററാണ് ഈ കപ്പൽ കുന്നിൻ്റെയും മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. വട്ട എന്ന ഒരു മരമാണിത്. നമ്മുടെയൊക്കെ പറമ്പുകളിൽ കാണാം. നമ്മൾ ഒരുപാട് സിറ്റി ലൈഫിലേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളും വന്ന് കാണുവാണെങ്കിൽ എത്രത്തോളം നമുക്കൊരു ഫ്രഷ്നെസ് ഫീലിംഗ് കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കാം. ഇതിലെ കപ്പലിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. വഴന എന്ന ഒരു മരമാണിത്. ഒരു വശത്ത് കനാലാണ്. മരങ്ങളുടെ വള്ളികളൊക്കെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് കാണാം. അതുപോലെ വലിയ കല്ലുകളും. പാറകം എന്ന ഒരു മരമാണിത്. ഇതിൽ കുറേ കായകളൊക്കെ ഉണ്ട്. ഈ കല്ലുമേലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വ്യക്തമല്ല. പായലൊക്കെ പിടിച്ചിട്ട് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. പുല്ല് മെത്ത വിരിച്ച പോലെ ഒരു വഴി. രാജപന ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന് കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിരിക്കുന്നു. അതാണ് നമ്മൾ നിന്ന സ്ഥലം. ഏറ്റവും മുന്നിലെ പേരാൽ. ഇവിടെ ഒരു ഉരുണ്ട കല്ല് കാണാം. നോക്കുക, ശരിക്കും ഒരു കപ്പലിൻ്റെ ആകൃതിയിൽ തന്നെ കപ്പൽക്കുന്ന്. ഇതാണ് കപ്പലിൻ്റെ നങ്കൂരം. നാൽപ്പാമര കപ്പൽക്കുന്ന് ഒരു കല്ലിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് കപ്പലിൻ്റെ മുന്നിലെ കാഴ്ചകൾ. ഈ സ്ഥലം കാണാൻ വരുന്നവരൊക്കെ നല്ലപോലെ സമയമെടുത്ത് ഇതെല്ലാം കണ്ടുപോകാൻ ശ്രമിക്കണേ. ജേക്കബ്സ് കൺവെൻഷൻ സെൻറ്റർ. ഈ കൺവെൻഷൻ സെൻറ്റർ നിർമ്മിച്ചിരിക്കുന്നതും ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ്. കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുന്നിലായി ഒരു അരയാൽ കാണാം. ഈ സ്ഥലം മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണുവാൻ. ഇവിടെ ഒരു ജനകീയ നക്ഷത്ര വൃക്ഷോദ്യാനം കാണാം. കാഞ്ഞിരം. ആദ്യം നമ്മൾ വാളംപുളി കണ്ടായിരുന്നു. ഇത് ഇലിപ്പ. ഇത് അത്തി. എല്ലാ പേരിൻ്റെ കൂടെയും QR കോഡും ഉണ്ട്. ഇത് ഈന്ത്, മഞ്ഞമുള, മഴമരം. അപ്പോൾ ഈ മരമായിരിക്കുമോ മഴ പെയ്യിക്കുന്നത്? നക്ഷത്ര വനത്തിലുള്ള കംപ്ലീറ്റ് മരങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കാണാം. ഓരോ മരത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നക്ഷത്രവും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നക്ഷത്രവനം എന്ന പേര്. ഇത് ജനകീയ ദശമൂല ശലഭോദ്യാനം. കണിക്കൊന്ന, ആവൽ, ഏഴിലം പാല. ഇത് പൂമരം. ഇത് മഞ്ഞവാക. ഈ മരങ്ങൾ മൊത്തം കണ്ടു നടന്നാൽ ചിലപ്പോൾ നമുക്കൊരു ദിവസം തന്നെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കനാലിൻ്റെ തീരം ചേർന്നിങ്ങനെ നടക്കാം. നിരവധി സസ്യങ്ങളും വൃക്ഷങ്ങളും പൂക്കളുമൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് കനാലിലേക്ക് ഒന്നിറങ്ങാം.
കനാലിലേക്ക് ഇറങ്ങാൻ വേറെയും വഴികളുണ്ട് കേട്ടോ. സ്റ്റെപ്സ് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം അതിങ്ങനെ ശാന്തമായി ഒഴുകുന്നു. ദേ നമ്മൾ നടന്നു പോയ പാലം. അപ്പോൾ പറ്റുന്നവരൊക്കെ കപ്പൽക്കുന്നും ഉദ്യാനങ്ങളുമൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കുക. ഈ പ്രകൃതി ഭംഗിയൊക്കെ പരമാവധി ആസ്വദിക്കുക.